പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. തങ്ങൾ എപ്പോഴും അവരെ നിരീക്ഷിക്കുന്നുണ്ട്. യു എസിന്റെ പവർ ഗ്രിഡിന്റെയും ജലവിതരണ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈന നുഴഞ്ഞു കയറിയതായി അമേരിക്ക രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശം. പ്രധാനമായും ട്രംപ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഒക്ടോബർ 30 ദക്ഷിണ കൊറിയയിൽ നടന്ന APEC യോഗത്തിലാണ് ചൈനീസ് അമേരിക്കൻ നേതാക്കൾ 6 വർഷത്തിലൊരിക്കലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് നടത്തിയതിന് പിന്നാലെ ട്രംപിന്റെ ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ചൈന എപ്പോഴും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട്, അമേരിക്ക തിരിച്ചും അത് ചെയ്യുന്നുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അമേരിക്കയിലെ പവർ ഗ്രിഡുകളിലും ജലവിതരണ സംവിധാനങ്ങളിലും ചൈനീസ് നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയതായും അത് തെളിയിക്കുന്ന രേഖകൾ ഉണ്ട് എന്നാണ് ട്രംപ് പ്രധാനമായും എടുത്തു പറയുന്നത്. ട്രംപിന്റെ ആരോപണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വേഗം നോക്കാം. ട്രംപിന്റെ ആരോപണങ്ങളിൽ ഒന്നാമത് പറയുന്നത് നമ്മൾ അവർക്ക് ഭീഷണിയാണ്, അതായത് ചൈനയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം US എപ്പോഴും ചൈനയെ നിരീക്ഷിക്കുന്നു. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം ഇങ്ങനെയാണ്, ചൈനയും തിരിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. നാലാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം ഇങ്ങനെയാണ്, അതായത് ആണവ ശേഖരം വലിയ രീതിയിൽ ചൈനയ്ക്കുണ്ട്, അതിവേഗം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ചൈനയും റഷ്യയും നടത്തുന്നത്. അപ്പോൾ ട്രംപ് കൊടുക്കുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്, നോക്കൂ, ലോകത്തെ 150 തവണ തകർക്കുവാനുള്ള ആണവായുധങ്ങൾ തങ്ങൾക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട് എന്നുള്ള ഒരു പരാമർശമാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ആണവശക്തിയിൽ ഒന്നാമൻ അമേരിക്കയാണ് എന്നും ട്രംപ് പറയുന്നു. നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, ട്രംപിന്റെ ഈ ഒരു പരാമർശം, പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് ലോകത്തെ 150 തവണ തകർക്കാൻ ആവശ്യമായ ആണവായുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് എന്നാണ് ട്രംപ് ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രകോപനപരമായ പ്രസ്താവന. നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? ഡൊണാൾഡ് ട്രംപിന്റെ ചൈനക്കെതിരെയുള്ള പുതിയ നീക്കം സ്വാഭാവികമായും ധാരാളം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തങ്ങൾ ആണവ ആയുധം ടെസ്റ്റ് ചെയ്യുന്നത് പുനരാരംഭിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ 150 പ്രാവശ്യം നശിപ്പിക്കാൻ പോകുന്ന ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. മറ്റെല്ലാ രാജ്യങ്ങളും, ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും പാകിസ്ഥാനും ഒക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു, ഞങ്ങൾ മാത്രമാണ് നടത്താത്തത്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ അവർ സംസാരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ അടുത്ത് നടത്തിയ ജൽപ്പനങ്ങൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഒരു കാർഡ്, താൻ കളിക്കുന്ന കളിയുടെ ഒരു കാർഡ് മാത്രമായിട്ട് കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത്. കാരണം ചൈനയെ താരിഫ് കൊണ്ട് വലയിൽ വീഴ്ത്താൻ ട്രംപ് ശ്രമിച്ചു. അതായത് താരിഫ് ഉയർത്തിയിട്ട് 100%, 200%, ഒരു ഘട്ടത്തിൽ 300% വരെ താരിഫ് ചുമത്തുമെന്ന ഭീഷണിയിലൂടെ ചൈനയെ വലയിലാക്കാൻ വേണ്ടി ട്രംപ് ശ്രമിച്ചു. പക്ഷെ അതിന് ശക്തമായ തിരിച്ചടിയാണ് ചൈന കൊടുത്തത്. ഏറ്റവും പ്രധാനം റയർ എർത്ത് മിനറൽസ് എന്ന് വിളിക്കുന്ന അപൂർവ ധാതുക്കൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മിനറൽസ്, AI വളർച്ചയിലും മിലിറ്ററി കോംപ്ലക്സിന്റെ പ്രത്യേകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വളർച്ചയിലും അതിന്റെ ഉൽപാദനത്തിലൊക്കെ സഹായിക്കുന്ന റയർ എർത്ത് മിനറൽസ്, അപൂർവ ധാതുക്കൾ തങ്ങൾ ഇനി മുതൽ അമേരിക്കയിലേക്കോ മറ്റൊരു രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യില്ല എന്ന ചൈനയുടെ തീരുമാനം വാസ്തവത്തിൽ അമേരിക്കക്ക് അതിശക്തമായ ഒരു തിരിച്ചടിയായിരിക്കണം. പ്രത്യേകിച്ച് ഡോക്ടർ താജ് ആലുവ, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഏതായാലും ലോകം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ വിഷയത്തിൽ. ട്രംപിന്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. ഓരോ ദിവസവും ട്രംപ് പുതിയ തരത്തിലുള്ള ഭീഷണികളാണ് ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ ചൈനയോട് ട്രംപ് ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഡീകോഡിന്റെ സമയപരിമിതി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.